കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വിഭവമാണല്ലേ കപ്പ. കപ്പ ഇഷ്ടമില്ലാത്ത മലയാളികൾ ഉണ്ടാവില്ല. നമുക്കിന്ന് കപ്പ വെച്ചിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്ക് റെഡിയാക്കി എടുത്താലോ. കപ്പ വെച്ചിട്ട് നമ്മൾ കോഴിക്കാലാട്ടോ റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇതുവരെ 1/2 കിലോ കപ്പ മേലത്തെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 10 വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചെടുത്തതാണ്. ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 10 എടുക്കണം, വലുതാണെങ്കിൽ ഒരു 5 എടുത്താൽ മതിയാവും. പിന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി അതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തെടുക്കണം കേട്ടോ, 2ആയിട്ട് കട്ട് ചെയ്തെടുത്തത്. 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞെടുത്തതും. കടലപ്പൊടി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5 സ്പൂണ് കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 3 സ്പൂണ് അരിപ്പൊടി. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു കുരുമുളക് പൊടി, ഗരം മസാല, പെരിഞ്ജീരകത്തിന്റെ പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ കപ്പ വെച്ചിട്ട് കോഴിക്കാല് റെഡിയാക്കി എടുക്കാം. കപ്പ നമുക്കൊന്ന് മുറിച്ചെടുക്കട്ടോ. ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ട് നീളത്തിൽ വേണ്ട നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കപ്പ ഒന്ന് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം. കട്ട് ചെയ്ത കപ്പ നമുക്ക് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കണ്ട, ഇത് അത്യാവശ്യം കനത്തിൽ വേണ്ട നമ്മളത് അരിഞ്ഞെടുക്കാനായിട്ട്. മുഴുവൻ കപ്പ് ചെയ്താൽ നമ്മൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണ്ടിട്ട് നമ്മൾ മുറിച്ചെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇനി മുറിച്ച് വെച്ച കപ്പ നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അതിനായിട്ട് ഇങ്ങനെ ഒരു അരിപ്പയിലേക്ക് മാറ്റാം, എന്നിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകി വെള്ളമൊക്കെ കളഞ്ഞ കപ്പ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കപ്പയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില. ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടി, 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ഗരം മസാല, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഇത് എരിവില്ല, കുറഞ്ഞ മുളക് പൊടിയാട്ടോ. അപ്പൊ ഞാനൊരു 1.5 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇതിലേക്ക് 5 സ്പൂണ് കടലപ്പൊടി ചേർത്ത് കൊടുക്കുക. മൂന്ന് സ്പൂണോളം അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇളക്കുമ്പോൾ പൊട്ടാതെ ശ്രദ്ധിക്കേണ്ട, കപ്പ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് വേണ്ടിട്ട് നമ്മൾ പിന്നെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു വലിയൊരു സ്പൂണിന് 1 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എനിക്കൊരു 2.5 സ്പൂൺ വെള്ളമാട്ടോ മുഴുവൻ കുഴക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഓവർ വെള്ളം കൂടി പോകരുത്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. നമുക്ക് കപ്പയിലൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരുന്ന ആ സമയം കൊണ്ട് എണ്ണ ഒന്ന് ചൂടാക്കാനായി വെക്കാം. കപ്പയിൽ മസാല എല്ലാം പിടിച്ചു വരുന്ന സമയം കൊണ്ട് നമുക്ക് എണ്ണ ചൂടാവാനായി വെക്കാം. അതിനായിട്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മുങ്ങി പൊരിച്ചു പോരാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കുഴച്ച് വെച്ച കപ്പയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കണം. എന്നിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
എണ്ണയിലേക്ക് ഇട്ട പാടനെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കരുത്. ഒരു സൈഡ് അത്യാവശ്യം വെന്തതിന് ശേഷം വേണം നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. കപ്പ കൊണ്ടുള്ള കോഴിക്കാല് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ റെഡിയാക്കി നോക്കാത്തവർ എന്തായാലും ചെയ്ത് നോക്കിക്കോളൂ. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതൊരു കോഴിക്കാലിൻ്റെ അതേപോലെ തന്നെയല്ലേ കാണാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.